ഹായ്, ഞാൻ സെയ്ദ് CJ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രയൽ ബാലൻസിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസിൽ വരുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ശരിക്കും പഠിക്കേണ്ട വേറൊരു പ്രധാന പോയിന്റ് ഉണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് വരാം. ബിസിനസ്സുകളെ നമുക്ക് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ബിസിനസ്സുകളായിട്ട് നമുക്ക് നോക്കിക്കാണാം. ചില ബിസിനസ്സുകൾ ട്രേഡിംഗ് ബിസിനസ് ആയിരിക്കും, ചില ബിസിനസ്സുകൾ മാനുഫാക്ചറിങ് ബിസിനസ് ആയിരിക്കും, ചിലത് സർവീസ് ബിസിനസ് ആയിരിക്കും, ചിലത് മിക്സഡ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും. എന്താണ് ട്രേഡിംഗ് ബിസിനസ്? ട്രേഡിംഗ് ബിസിനസ് പറഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അതേ ഗുഡ്സ് തന്നെ വിൽക്കുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുക. എന്താണോ വാങ്ങുന്നത് അത് തന്നെയായിരിക്കും അവർ വിൽക്കുന്നുണ്ടാവുക. മാനുഫാക്ചറിങ് ബിസിനസ്സിൻ്റെ പ്രത്യേകത, അവർ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് അതിനെ ഗുഡ്സ് ആക്കി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഗുഡ്സിനെ വിൽക്കുകയാണ്. മൂന്നാമത്തെ ബിസിനസ്സിൻ്റെ പ്രത്യേകത, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ ബിസിനസ്സിൽ അവർ ശരിക്കും അവരുടെ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യണത് സർവീസ് ആയിരിക്കും. നാലാമത്തെ ബിസിനസ് പറഞ്ഞാൽ മിക്സഡ് ബിസിനസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു ബിസിനസ് ട്രേഡിങ്ങും സർവീസും കൂടി മിക്സ് ആയിട്ട് വരുന്ന ബിസിനസ് ആയിരിക്കും. എന്നാൽ ചില ബിസിനസ്സിൽ മാനുഫാക്ചറിങ്ങും കാണും, സർവീസും കാണും. ഇങ്ങനെ കോമ്പിനേഷനുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഓരോ ബിസിനസ്സിൻ്റെയും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത് ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ട്രയൽ ബാലൻസ് നമ്മൾ നോക്കിയപ്പോൾ അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, ഇൻകം എന്ന് പറയുന്ന 5 കാര്യങ്ങൾ കണ്ടാൽ, ഈ 5 കാര്യങ്ങളിൽ എക്സ്പെൻസും ഇൻകവും മാത്രം എടുത്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ചില ആൾക്കാരൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത് വേറെ എന്തോ വലിയ കോൺസെപ്റ്റ് ആയിട്ടാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓരോ കാര്യങ്ങളും അതിൻ്റെ സിംപ്ലിസിറ്റിയിൽ മനസ്സിലാക്കിയാൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആർക്കും പ്രിപ്പയർ ചെയ്യാം, ആർക്കും അത് റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. നിങ്ങൾ ഒരു പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണോ, വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറാണോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മനസ്സിലാക്കാനും പ്രിപ്പയർ ചെയ്യാനും പറ്റും. ട്രയൽ ബാലൻസിൽ എക്സ്പെൻസും ഇൻകം എടുത്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എക്സ്പെൻസുകളെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം, ഇൻകത്തിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. 2 തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസും വേറെ ഒന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഇൻകവും 2 തരത്തിലുണ്ടാവും. ഒന്ന് ഡയറക്റ്റ് ഇൻകവും വേറെ ഒന്ന് ഇൻഡയറക്റ്റ് ഇൻകവും. ട്രയൽ ബാലൻസിലെ എക്സ്പെൻസിൽപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസും ട്രയൽ ബാലൻസിൽ ഇൻകത്തിൽ വരുന്ന ഡയറക്റ്റ് ഇൻകവും വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസിൽ പെടുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കിവിടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് 2 സൈഡ് ഉണ്ടാവും. ഡെബിറ്റ് സൈഡും കാണും, ക്രെഡിറ്റ് സൈഡും കാണും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലാർസ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ പർട്ടിക്കുലാർസ് എമൗണ്ട്. ഈ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസ്, ദെൻ വേജ്, ദെൻ ക്യാരേജ് ഇൻവാർഡ്. ഇതിൽ പർച്ചേസും വേജും ക്യാരേജ് ഇൻവാർഡുമാണ് ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, സെയിൽസ് കാണാം, താഴെ ക്ലോസിംഗ് സ്റ്റോക്ക് കാണാം. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ഡയറക്റ്റ് ഇൻകം ആണ്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ്, ഈ ഡീറ്റെയിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. ഈ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ചിലപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് കിട്ടുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് കിട്ടുക. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടിയാൽ നമ്മുടെ ബിസിനസ്സിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടിയാൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഇതൊക്കെ ശരിക്കും 2, 3, 4 ദിവസം വളരെ ഇൻഡെപ്ത് ആയിട്ടിരുന്ന് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയിലാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തത്. ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. നമ്മളിവിടെ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും എഴുതുന്നു. എന്തുകൊണ്ട്? വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ആക്ച്വലി ഒരു ബിസിനസ്സിൻ്റെ അസറ്റാണ്. ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഐറ്റമാണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ എഴുതി? നമുക്കതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ഫ്യൂച്ചറിൽ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ഫോർമാറ്റ് നോക്കിയിട്ട് ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യരുത്. പർച്ചേസും വേജും ക്യാരേജ് ഇൻവാർഡും ഡയറക്റ്റ് എക്സ്പെൻസ് ആവാനുള്ള ഒരു റീസൺ ഉണ്ട്. സെയിൽസ് ഡയറക്റ്റ് ഇൻകം ആവാനുള്ള റീസൺ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എന്തുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നു? ഇതെല്ലാം ഇതിൻ്റെ റീസൺ വെച്ച് നമുക്ക് പഠിക്കണം. എങ്കിലേ നമ്മളൊരു എക്സ്പേർട്ട് പ്രൊഫഷണലാവും. എനിവേ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം
നമ്മുടെ കമ്പനിയിൽ എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, എത്ര ഗ്രോസ് ലോസ് ഉണ്ട് എന്ന് അറിയാനാണ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആ ബിസിനസ്സിലെ ഓണർക്ക് എടുക്കാനുള്ളതല്ല. അത് ബിസിനസ്സിൻ്റെ ഗുഡ്സ് ടോട്ടലി പർച്ചേസ് ചെയ്തതും ഗുഡ്സ് ടോട്ടലി വിറ്റതിൻ്റെയും ഡിഫറൻസ് ആണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ മൊത്തം ലാഭമാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു 4 കോടി രൂപ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഓണർക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ആ 4 കോടിയിൽ നിന്ന് കമ്പനിയുടെ മറ്റ് എക്സ്പെൻസുകൾ, മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണം. ഒരുപക്ഷെ ഒരു കമ്പനിയിൽ മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഒരു 3 കോടി ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നായിരിക്കും നമ്മളത് മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ബാക്കി വരുന്ന പ്രോഫിറ്റ് 4 കോടി ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 3 കോടി ഉണ്ടെങ്കിൽ 1 കോടിയായിരിക്കും ബിസിനസ്സിലെ നെറ്റ് പ്രോഫിറ്റ്. ആ 1 കോടിയാണ് ബിസിനസ്സിലെ ഓണർക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുക. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മളെ ബിസിനസ്സിന് കിട്ടിയാൽ അത് നമ്മളെ ബിസിനസ്സിലെ ഓണർക്ക് എടുക്കാം. ഓണർക്ക് വേണമെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റ് മൊത്തം എടുത്തു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു പോർഷൻ ബിസിനസ്സിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ബാക്കിയുള്ള പോർഷൻ എടുത്തു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഫുള്ളി റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അത് ആ ബിസിനസ്സുകാരൻ്റെ സ്ട്രാറ്റജിക് കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ ബിസിനസ് അടുത്ത ലെവലിലേക്ക് അപ്പ് ചെയ്യാനോ ഒരു ബിസിനസ് ഓണർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് വേണമെങ്കിൽ ആ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഫുള്ളി ബിസിനസ്സിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കാനും അടുത്ത ലെവലിലേക്ക് വളർത്താനൊക്കെ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ബിസിനസ്സിൽ ഓണർ കിട്ടുന്ന ലാഭം എത്ര എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എനിവേ, എനിക്കിവിടെ പറയാനുള്ളത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും റിയൽ കമ്പനീസിൻ്റെ റിയൽ വർക്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പേർട്ട് ആവണം. ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് മാനേജർ പ്രോഗ്രാമോ അക്കൗണ്ട്സ് അനലിസ്റ്റ് പ്രോഗ്രാമോ അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെയും ടാക്സിൻ്റെയും എക്സ്പേർട്ട് ആവാനുള്ള പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിൻ്റെയും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ട് ആയിരിക്കും എന്നുള്ളതാണ്.